ഹലോ ആൻഡ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രാജ്യം ഏറ്റവും കൂടുതൽ എണ്ണയുടെ ഉപഭോഗവും അതുപോലെ തന്നെ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഡൊമസ്റ്റിക് കൺസംഷന്, നമ്മളുടെ ജനങ്ങളുടെ കൺസംഷനും പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസ്, നമ്മളുടെ ഗ്രോയിങ് എക്കോണമിയുടെ ഒരു റിക്വയർമെൻ്റ് എന്നുള്ള രീതിയിലും നമ്മളുടെ എണ്ണയുടെ ഉപഭോഗം ഗ്ലോബലി നമുക്ക് കൂടി വരുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും. അപ്പോൾ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. കൺസംഷനിലും അതുപോലെ തന്നെ ഇമ്പോർട്ടിലും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം റഷ്യ വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസിന്, കാരണം റഷ്യക്ക് മേലെ സാങ്ഷൻ ഉപരോധം, അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ ഉപരോധം ഉള്ളതുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അവർക്ക് വ്യാപകമായിട്ട് എണ്ണ വിറ്റഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതുപോലെ തന്നെ റഷ്യക്ക് തീർച്ചയായിട്ടും എണ്ണയും ഗ്യാസും ഒക്കെ വിറ്റുള്ള റവന്യൂവിൻ്റെ വളരെ അത്യാവശ്യമുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങിച്ച രണ്ട് രാജ്യങ്ങളാണ്. ആദ്യം ചൈനയായിരുന്നു മുൻപിലെങ്കിൽ തന്നെ പിന്നെ ഇന്ത്യ തീർച്ചയായിട്ടും ചൈനയെ മറികടന്നിട്ട് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന രാജ്യം ഇന്ത്യയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഒത്തിരി ഡിസ്കൗണ്ടഡ് പ്രൈസിൽ റഷ്യ എണ്ണ തരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ജാനുവരി ഫെബ്രുവരി മാസത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് വന്നതോടുകൂടി കൂടുതൽ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളും അല്ലെങ്കിൽ റഷ്യയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ, വ്യാപാര ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങളെ കൂടുതൽ ടാരിഫിൻ്റെയും അല്ലെങ്കിൽ ചുങ്കത്തിൻ്റെയൊക്കെ പരിധിയിൽ കൊണ്ടുവരുന്ന ഒരു സാധ്യത മുന്നിൽ തെളിഞ്ഞു കാണുന്നതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പിന്നെ പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്തു. നമുക്കതിനകത്ത് കാണാൻ കഴിയുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നും നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു സാധ്യത, അല്ലെ എണ്ണ വാങ്ങിച്ചു അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കാര്യമായിട്ട് ഇടപാട് നടത്താതിരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യയുടെ പുതിയ ഓയിൽ ഡീൽസ് അല്ലെങ്കിൽ ഓയിൽ എഗ്രിമെന്റ്സ് നടക്കുന്നത്. ലാറ്റിൻ അമേരിക്ക നമുക്കറിയാം, കൂടുതൽ വെനിസ്വേലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം. പിന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് അർജന്റീനയുടെ പേര് മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പുതിയ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു മേഖലയെ സംബന്ധിച്ചുള്ള പ്രധാന വാർത്ത നടന്നത്. അപ്പോൾ എണ്ണ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളുടെ ഫോറിൻ റിസർവിൻ്റെ ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ ആയുധത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞ് സ്വയം പര്യാപ്തത നേടുവാൻ സാധിക്കുമെങ്കിൽ തന്നെയും എണ്ണയുടെ കാര്യത്തിൽ നമുക്കത് അറിയാൻ സാധിക്കത്തില്ല, ക്രൂഡ് ഓയിലിൻ്റെ. കാരണം ഇപ്പോഴും നമുക്ക് ഇന്ത്യയിൽ നമ്മളുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷനോ ഒന്നുമില്ല. നമ്മളിപ്പോഴും തന്നെ വിദേശ ലോക മാർക്കറ്റിനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ക്രൂഡ് ഓയിലിന് വേണ്ടി. മിഡിൽ ഈസ്റ്റ്, റഷ്യ, ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇതുപോലുള്ള രാജ്യങ്ങളാണ് നമ്മൾ ക്രൂഡ് ഓയിലിന് വേണ്ടി. കാരണം ഈ പ്രദേശങ്ങളിലെല്ലാം ലാറ്റിൻ അമേരിക്ക, വെനിസ്വേല പ്രത്യേകിച്ചുണ്ട്. വെനിസ്വേല ഓയിലിൻ്റെ വലിയൊരു പ്രൊഡ്യൂസറാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ വെനിസ്വേല തീർച്ചയായിട്ടും ഉണ്ടാകും. മറ്റ് സമീപ പ്രദേശങ്ങളിൽ, അതിന് അർജന്റീനയിലും ബ്രസീലും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പിന്നെ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കയിലും പല രാജ്യങ്ങളിൽ ഓയിലിൻ്റെ വൻതോതിലുള്ള നിക്ഷേപങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റ് ഇപ്പം ഇറാഖിലെ കുർദിസ്ഥാനിൽ നിന്നും ഓയിലിൻ്റെ കച്ചവടം തുടങ്ങി. ലിബിയയിൽ നിന്ന് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഓയിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുന്നത് കൊണ്ട് ഓയിലിൻ്റെ വിലയും സാമാന്യം നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത് വളരെ പ്രയോജനകരമാണ്. കാരണം ഓയിലിൻ്റെ വില കുറയുന്നതാണ്. നമുക്ക് ആഭ്യന്തരമായിട്ട് വില കുറച്ചൊന്നും കിട്ടത്തില്ല, പക്ഷേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ നമ്മുടെ ഫോറിൻ റിസർവിനെ, നമുക്ക് വിദേശ നാണ്യ ശേഖരത്തെ അത്
ഏം, എണ്ണ വില കൂടി നിൽക്കുന്ന അവസരത്തെക്കാളും കുറഞ്ഞു നിൽക്കുന്ന അവസരമാണ് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും അധികം ആ, ആശങ്കയുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ആവശ്യത്തിൻ്റെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പല പ്രശ്നങ്ങളുണ്ട്. ഈ ഗ്ലോബൽ ലെവലിൽ ക്രൂഡ് ഓയിലിൻ്റെ വില സ്ഥിരമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. കൂടുവാനുള്ള സാഹചര്യം ഉള്ളപ്പോൾ അത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് വളരെയധികം തലവേദന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് കൂടുതൽ വില കൊടുത്ത് എണ്ണ മേടിക്കേണ്ടി വരും. കൂടുതൽ വില കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോളർ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ഫോറിൻ റിസർവിനെയൊക്കെ വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു രാജ്യം മുഴുവൻ തെക്കുന്ന് വടക്ക് വരെ കിഴക്കുന്ന് പടിഞ്ഞാറ് വരെ രാജ്യത്തെ ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപോലെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആം, ആഭ്യന്തര വിപണിയിൽ എണ്ണയുടെ വില കുറയുമ്പോൾ ഇവിടെ സർക്കാരുകൾ അതിനനുസരിച്ച് എണ്ണവില കുറയ്ക്കുന്ന ഒരു ചരിത്രമോ അല്ലെങ്കിൽ ഒരു പ്രവണതയൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എണ്ണവില എപ്പോഴും കൂട്ടിത്തന്നാണ്. ആഭ്യന്തര വിപണിയിൽ എപ്പോഴും എണ്ണ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എണ്ണയുടെ വിലയിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള കുറവ് ഒന്നും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എപ്പോഴും എണ്ണവില അതിന് പിന്നെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പിന്നെ വിലമാറ്റമൊന്നും നമുക്ക് ആഭ്യന്തര വിപണിയിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസകരമായ വാർത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ എണ്ണ നമുക്ക് രാജ്യത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എണ്ണയുടെ സപ്ലൈ നമുക്ക് കിട്ടും. പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച്, നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് കുറഞ്ഞ വിലയിൽ അവർക്ക് എണ്ണ മേടിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള ഫോറിൻ റിസർവിൻ്റെ പുറത്തോട്ടുള്ള ഒഴുക്ക്, ഡോളറിൻ്റെ പുറത്തോട്ടുള്ള ഒഴുക്കിൻ്റെ ക്വാണ്ടിറ്റിയും അവർക്ക് പിന്നെ കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചത് എത്രത്തോളം ആശ്വാസകരമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തുള്ള ആഗോള വിപണിയിലുള്ള എണ്ണയുടെ വില കുറയുമ്പോൾ അതിനനുസരിച്ച് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷണലായിട്ട് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് വില കുറയ്ക്കുകയും അത് കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം എണ്ണയുടെ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ എപ്പോഴും വളരെ, ഏത് ഗവൺമെന്റ് നിലവിൽ നിന്നാലും ശരി, വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് എടുക്കുന്നത് എപ്പോഴാണല്ല. കാരണം ഏറ്റവും കൂടുതൽ വില കുറച്ച് എവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ നമ്മൾ അവിടെ പോയി ചങ്ങാത്തം കൂടി അവിടുന്ന് എണ്ണ മേടിക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യയെ സംബന്ധിച്ചാണല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായിട്ടും, ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെയധികം സൗഹൃദമായിട്ടുള്ള രീതിയിൽ തന്നെ എപ്പോഴും പോകുന്നത്. മിഡിൽ ഈസ്റ്റിലായാലും ശരി, ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളുമായിട്ടാലും ശരി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടാലും ശരി. അപ്പം ഇതുപോലെ നമുക്ക് തന്ത്രപരമായിട്ടുള്ള വിഭവങ്ങൾ വേണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളെപ്പോഴും വളരെ സൗഹൃദപരമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എല്ലാം വളരെ പിന്നെ സൗഹൃദപരമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരിടത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ നിന്നും വരുന്ന എണ്ണയുടെ ആം, ഒഴുക്കിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുവാൻ കഴിയത്തക്ക രീതിയിലാണ് നമ്മൾ നമ്മളുടെ വിദേശ ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം റഷ്യയിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ റഷ്യയിൽ നിന്നും സുഗമമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് ധാരാളം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ എണ്ണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിലിപ്പോൾ ഇത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തെ നമ്മൾ പിന്നെ നമ്മൾ അത് മാനേജ് ചെയ്തിട്ട് പിന്നെ എണ്ണയുള്ള സ്ഥലത്ത് ലാറ്റിൻ അമേരിക്കയിലെ ഇപ്പം വെനിസ്വേല അല്ലെങ്കിൽ അർജന്റീന പോലുള്ള രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള പല രാജ്യങ്ങളിലും എണ്ണയുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളെയൊക്കെ നമ്മൾ സമീപിക്കുകയും അവിടെ നമ്മൾ എണ്ണ വാങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. പക്ഷേ റഷ്യയുടെ ഈ യുദ്ധം വന്നതിന് ശേഷം ഒരുപക്ഷെ റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ റഷ്യ വളരെ വില കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിൽ എണ്ണ തരാം എന്ന് ഒരു കരാറുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിച്ചതിൻ്റെ ഫലമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന്, നമ്മൾ ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന എണ്ണയുടെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ തന്ത്രപരമായിട്ടുള്ള സമീപനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. എവിടെ നിന്ന് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുമോ അവിടെ പോയി നമ്മൾ വാങ്ങുന്നതാണ് നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ റഷ്യയും യുക്രൈനും നമ്മൾ യുദ്ധം തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ആ അവസരം നമ്മൾ മുതലെടുത്തു എന്നുള്ള കാര്യം നമുക്ക് അതൊക്കെ രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ അതിനകത്തിൽ വേറൊരു ഫാക്ടർ നിലനിൽക്കുന്നത് ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ കിട്ടുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് എണ്ണയുടെ ഡിമാൻഡിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് രാജ്യത്തേക്ക്
ക്രൂഡ് ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോ പറയാം, നമ്മുടെ സ്ട്രാറ്റജിക് റിസർവിൻ്റെ കാര്യം പറഞ്ഞതാണ്. എല്ലാ രാജ്യങ്ങളും സ്ട്രാറ്റജിക് റിസർവ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിക്കുന്ന ക്രൂഡിൻ്റെ ഒരു ഭാഗം, ഒരു ശതമാനം സ്ട്രാറ്റജിക് റിസർവിലേക്ക് പോകും. മറ്റ് യൂറോപ്യൻ യൂണിയൻ്റെയും യു എസിൻ്റെ ഒക്കെ ഉപരോധം റഷ്യയുടെ മുകളിലുള്ള ഉണ്ടായിരുന്നപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അവർ പറയുന്നത് കേൾക്കാൻ നിർബന്ധിതരായപ്പോൾ ഇന്ത്യ അതിനകത്തിൽ വലിയ ഒരു പിന്നെ എന്താണ് പറയുന്നത്, അവർക്ക് മുമ്പിൽ കൂടുതൽ അടിയറവ് പറയാതെ, പക്ഷേ അതിനകത്തിലെ വേറെ വരുന്നതല്ല, ഇന്ത്യ ഈ എണ്ണയെല്ലാം റഷ്യയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ റിഫൈൻ ചെയ്തിട്ട് വീണ്ടും യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ റീ എക്സ്പോർട്ട് ചെയ്യായിരുന്നു കുറഞ്ഞ വിലയ്ക്ക് എന്നുള്ളൊരു വാർത്ത കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ കുറച്ച് പിന്നെ കുറവ് വന്നിട്ടുണ്ട്. ഫെബ്രുവരിയിലേക്ക് റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. അത് ട്രംപിൻ്റെ വരവോട് കൂടി ഉണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ നമ്മുടെ ക്രൂഡ് പർച്ചേസിനെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ പറയുന്നത്. ലാറ്റിൻ അമേരിക്ക ഏത് രാജ്യമാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല, പക്ഷേ ഈ റിപ്പോർട്ടിൽ നമുക്ക് അർജന്റീനയിൽ നിന്ന് നമ്മൾ വാങ്ങിയതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ തന്നെ എവിടെയാണത് വേണ്ടത്? ലാസ്റ്റ് മന്ത് India received a rare cargo of Gabon's Itame grade and for the first time took Argentina's Medanito oil. അർജന്റീനയിൽ നമ്മൾ ഓയിൽ വാങ്ങിച്ചിട്ടാണ് പറയുന്നത്. ഇത്ര നമ്മൾ കേട്ടില്ല, അർജന്റീനയിൽ നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളതായിട്ടോ ഒന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് വെനിസ്വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ട്രംപ് വന്ന് ഫെബ്രുവരി 27 ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തത്. കാരണം പുതിയ സാങ്ഷൻസ് ഒക്കെ ട്രംപ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫെബ്രുവരി 20. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നൊക്കെ കൂടുതൽ ഓയിൽ വാങ്ങി ശേഖരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഓയിലിൻ്റെ വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞൊരു പ്രശ്നം കാരണം. അപ്പോൾ നേരത്തെ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടൊന്നും വലിയ ഇടപാടൊന്നുമില്ല. കാരണം ഒന്നാമത് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലാൻഡാണ്, വളരെ നമ്മളിൽ നിന്ന് ഒത്തിരി അകലെയുള്ളൊരു പ്രദേശമാണ്. ഓയിൽ അവിടെ സഫീഷ്യൻ്റായിട്ട് നമുക്ക് ലഭിക്കുമെങ്കിൽ തന്നെയും അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നമുക്ക് വളരെ കൂടിയ വിലയിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ഏരിയ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. കാരണം വളരെ കുറഞ്ഞ ദൂരത്തിൽ നമുക്ക് സഫീഷ്യൻ്റായിട്ട് എണ്ണ കിട്ടുന്നത് കൊണ്ട്. പിന്നെ റഷ്യയും ലാറ്റിൻ അമേരിക്കയെ സംബന്ധിച്ച് റഷ്യ വളരെ അടുത്ത് തന്നെയാണ് നമ്മളെ സംബന്ധിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡിൻ്റെ ഇറക്കുമതി ഫെബ്രുവരിയിൽ 3% കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളാണ് ആഫ്രിക്കയിൽ നിന്നും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും നമ്മുടെ ക്രൂഡ് പർച്ചേസിനെ നമുക്ക് ആശ്രയിക്കേണ്ടതുണ്ട്. അപ്പം ജനുവരിയിൽ റഷ്യയിൽ നിന്ന് ഏകദേശം 1.54 മില്യൺ ബാരലായിരുന്നു. അതുകൊണ്ട് ഫെബ്രുവരിയിൽ അത് കുറവായിട്ടുള്ളത്. അപ്പം ആഫ്രിക്കയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന അളവ് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 1,43,000 ലക്ഷം ബാരലിൽ നിന്ന് 3,30,000 ബാരലായിട്ട് ആഫ്രിക്കയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തോതിലുള്ള ഒരു ഇതല്ലായിരുന്നു. അപ്പം ആ ഒരു ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന അളവിലും നമ്മൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഇറക്കുമതി നമ്മൾ ചെയ്തു തുടങ്ങിയെന്നാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ നമ്മൾ 60% വർധന ഉണ്ടായിട്ടുണ്ട്. പ്രതിദിനം 4,53,600 ബാരലാണ് എന്നിവിടെ പറയുന്നു. 2021 ശേഷം ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്. അപ്പം നമ്മൾ നേരത്തെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നെഗ്ലിജിബിൾ ആയിട്ടുള്ള, ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത് പോലെ കൂടുതൽ അളവിൽ അവിടെ നിന്ന് വാങ്ങിക്കാറില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഒരു പിന്നെ റാപ്പോ അല്ലെങ്കിൽ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. കാരണം ഏതെങ്കിലും സമയത്ത് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആശ്രയിക്കേണ്ടി പെട്ടെന്ന് പോയി നമുക്ക് ഒരു ഇടപാടുണ്ടാക്കുന്നതിലും നല്ലത് ഒരു ബന്ധം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് പിന്നീട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനോ കഴിയുന്ന തരത്തിൽ ഒരു റിലേഷൻ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട്, ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസുമായിട്ട്, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസുമായിട്ടൊക്കെ ഉണ്ട്. 2021 ശേഷം, ഡിസംബറിന് ശേഷം ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലാറ്റിൻ അമേരിക്ക ഈ സമയത്താണ്. റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞിട്ടുണ്ട്. അപ്പം
റഷ്യയിൽ നിന്ന് നമ്മൾ യുക്രൈൻ വാറിന് ശേഷം കൂടുതൽ എണ്ണ മേടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒപ്പക്കിൽ നിന്നുള്ള, പ്രത്യേകിച്ച് സൗദി, ഇറാഖിൽ നിന്നുള്ള, അതുവരെ ഇറാഖിൽ നിന്നാണ് നമ്മൾ കൂടുതൽ മേടിച്ചോണ്ട്, ഇറാഖ്, സൗദി എന്നായിരുന്നു ഏറ്റവും കൂടുതൽ, UAE ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനിയും റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് കുറയുന്നത് കൊണ്ട് ഈ ഒപ്പക് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന എണ്ണയുടെ അളവ് കൂടാനും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $70 തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയാണ്. 70 താഴെ പോയിട്ടുണ്ട് എന്നാൽ തന്നെയും പിന്നീട് അത് റീബൗണ്ട് ചെയ്തിട്ട് 70 തന്നെ വന്ന് കയറി എന്നാണ് പറയുന്നത്. അത് ഇറാഖിലെ പിന്നെ കുർദിസ്ഥാൻ എന്നിൽ നിന്നും ഓയിൽ വേൾഡ് മാർക്കറ്റിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ലിബിയയിൽ നിന്ന്. അപ്പം ഈ ഓയിലിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിലെ സപ്ലൈ കൂടിയോടുകൂടി ഓയിലിൻ്റെ വില കുറയുകയോ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞാണ് ചൈനയിലെ ഓയിലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പം ഈ ഓയിലിൻ്റെ ഡിമാൻഡ് ചൈനയിൽ കുറഞ്ഞത് കൊണ്ടും പിന്നെ ലോകത്ത് വൻതോതിലുള്ള സപ്ലൈ നിലനിൽക്കുന്നുണ്ടൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് പെർ ബാരൽ, ഒരു ബാരലിനുള്ള വില ഒന്നുകിൽ കുറയാനുള്ള സാധ്യത അല്ലെങ്കിൽ അതൊരു സ്റ്റെബിലൈസ് ചെയ്ത് 70 തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇതൊന്നും നമ്മുടെ ആഭ്യന്തര വിപണിയിലെ ഓയിലിൻ്റെ വിലയിൽ യാതൊരു വ്യത്യാസവും മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമ്മുടെ ഓയില് അല്ലെങ്കിൽ ക്രൂഡ് ഓയില് എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ട്രഡീഷണലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പരമ്പരാഗതമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ഓയിലിനെയാണ്. റഷ്യ യുക്രൈൻ വാർ വന്നപ്പോൾ റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം തീർച്ചയായിട്ടും നമ്മൾ ഒരു സഹായിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചത്. അത് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ട്രംപിൻ്റെ വരവോടുകൂടി കൂടുതൽ സാങ്ഷൻ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നേ കൂട്ടി തന്നെ ആ ഒരു പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്ത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള അർജന്റീന, വെനിസ്വേലയുടെ പേരുടെ പറയുന്നില്ല, അർജന്റീനയിൽ നിന്ന് വന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റ് വെസ്റ്റേൺ ആഫ്രിക്കൻ നേഷൻസിൽ നിന്നൊക്കെയുള്ള ഓയിലിൻ്റെ പർച്ചേസ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ വിപണിയിൽ വില കുറവില്ല. കാരണം കൂടുതൽ എണ്ണയുടെ സപ്ലൈ കൂടുന്തോറും നിലനിൽക്കുന്ന ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ സപ്ലൈ കൂടുന്തോറും പ്രൈസിന് കുറവുണ്ടാകേണ്ട സാധ്യതയാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെ പ്രൈസിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം വില കൂടിക്കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അന്താരാഷ്ട്ര വിപണിയിൽ നമ്മളുടെ ഓയിലിൻ്റെ വില കുറഞ്ഞാലും ഇവിടെ ഗവൺമെൻറ്റുകൾ അത് കാര്യമായിട്ട് കുറച്ച് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ തരത്തിലുള്ള നയപരിപാടികൾ എടുക്കുന്നതായിട്ട് നമ്മൾ ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പ്രവണത തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.